വെളിപാട് പുസ്തകം 2-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തു വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്നാൽ നിനക്ക് ഈ ഗുണമുണ്ട്: നിക്കോളോവാസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ഓർമ്മിക്കുക, എവിടെ നിന്നാണ് നാം അധപതിച്ചതെന്ന് ചിന്തിക്കുക. തിരികെ വരിക. ജീവിതമാകുന്ന അൾത്താരയിൽ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടെ മുറുകെ പിടിക്കേണ്ട ഒരു വലിയ അനുഭവമുണ്ട്. ദൈവം ഇറങ്ങി വരുന്ന കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാകണം നമ്മുടെ പ്രാർത്ഥനകൾ. അങ്ങനെയാകുമ്പോൾ പ്രാർത്ഥന അനുഭവമാകും. സ്നേഹം മന്യമാകുന്ന, സമർപ്പണമില്ലാതാകുന്ന നമ്മുടെ പ്രാർത്ഥനകൾ വെറും പ്രഹസനങ്ങളാകുകയല്ലേ? അതരം കൊണ്ട് സ്തുതിക്കുന്ന, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നവരാകുന്നില്ലേ നമ്മൾ? അതുകൊണ്ട് ശീലങ്ങൾ മാറ്റിവെക്കാം. സ്നേഹസമർപ്പണത്തിലേക്ക് തിരികെ വരാം. ദൈവത്തിന്റെ സാന്നിധ്യ കൂടാരങ്ങളിൽ അവനു വേണ്ടി തിരഞ്ഞെടുത്ത സമർപ്പണ ദ്രവ്യങ്ങളുമായി നമുക്ക് ചേർന്ന് നിൽക്കാം. എവിടെ നിന്നാണോ അധപതിച്ചത് അവിടെ നിന്ന് തുടങ്ങാം. അതിന് ഒന്നേയുള്ളൂ വഴി: പ്രാർത്ഥനയോട് ഹൃദയം ചേർത്തു വയ്ക്കാം. മറിയത്തെ പോലെ അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ കൂടാരങ്ങളിലും ദൈവം ഇറങ്ങി വരും. ഈ നോമ്പിലൂടെ നാം നേടിയെടുത്ത നല്ല ശീലങ്ങൾ മറക്കാതെ ദൈവത്തോട് ചേർന്ന് നഷ്ടപ്പെട്ടുപോയ മൂല്യം നേടിയെടുക്കാം. ദൈവം അതിനായി എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരികിലായെന്നും നിൻ ചാരേ അണയുവാനായെന്തു മോഹം, തേടി വരുന്നൊരു സ്നേഹം നീ മാത്രമീശോനാഥ. നീ മാത്രമല്ലേ നാഥ, നീ മാത്രമല്ലേ നാഥ. സ്വർഗത്തിനെതിരായും നിൻ തിരുമുൻപിലും പാപം ചെയ്തു പോയി ഞാൻ. നിൻ മകനെന്ന് ചൊല്ലുവാൻ പോലും യോഗ്യതയില്ലല്ലോ തമ്പുരാനേ. അങ്ങയുടെ ദാസരിലൊരുവനായി ചേർക്കണേ മകനേ. അങ്ങയുടെ ദാസരിലൊരുവനായി ചേർക്കണേ മകനേ. അരികിലായെന്നും നിൻ ചാരേ അണയുവാനായെന്തു മോഹം.
ഇനിയുള്ള കാലം നിന്റേതായി തീരുവാൻ വരമിന്നേകണമേ. നിൻ സുവിശേഷം പാരിൽ പകരാൻ ഈ ജന്മമെനിക്കായി നൽകണമേ. നല്ല നിലത്തായി വീണൊരു വിത്തുപോൽ ഫലം നൽകാൻ അനുഗ്രഹിക്കൂ. നല്ല നിലത്തായി വീണൊരു വിത്തുപോൽ ഫലം നൽകാൻ അനുഗ്രഹിക്കൂ. അരികിലായി എന്നും നിൻ ചാരേ അണയുവാൻ